ഹലോ സുഹൃത്തെ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് ജൂൺ 29 തിങ്കൾ. സുഹൃത്തെ, ഇന്ന് വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ദിവസമാണ്. നിനക്ക് തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ഉയർത്തെഴുന്നേറ്റ ഈശോ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം ശിമിയോൻ പത്രോസിനോട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? 3 പ്രാവശ്യമാണ് ചോദിക്കുക. ഈശോ ഈ സ്നേഹത്തിൻ്റെ ആഴം അവനോട് ചോദിക്കുമ്പോൾ സ്നേഹത്തെ തള്ളിപ്പറഞ്ഞതിൻ്റെ ഒരു അനുഭവം അവൻ്റെ ജീവിതത്തിൽ കിടക്കുന്നുണ്ട്. സ്നേഹത്തെ തള്ളിപ്പറഞ്ഞതിൻ്റെ അനുഭവത്തെ സ്നേഹത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ഈശോ മാറ്റിമറിക്കുകയാണ്, അവനെ കൃപയിലേക്ക് നയിക്കുകയാണ്. ജീവിതത്തിൽ നീ എന്തെങ്കിലും ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നേ ഉള്ളു മാർഗം, അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അവനോടും ചുറ്റുപാടും പ്രഘോഷിക്കുക. ഈശോ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ഈശോ അവനോട് പറയുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. സ്നേഹം ശുശ്രൂഷയിലേക്ക് നിന്നെ നയിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ പ്രവർത്തനങ്ങളിൽ അത് നീ ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഈശോ അവനോട് പറയാണ്, നീ ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളയിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തയിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വഴികൾ ഇനി തീരുമാനിക്കുക ദൈവമായിരിക്കും. സ്നേഹം ദൈവത്തിനു വേണ്ടി സ്വയം വിട്ടുകൊടുക്കലാണ്. സുഹൃത്തെ, ഒന്നുകൂടി പറയട്ടെ, നിന്റെ സ്നേഹിക്കാത്തതിൻ്റെ മുറിവുകൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പ്രഘോഷിച്ചുകൊണ്ട് നിനക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. രണ്ടാമതായിട്ട് സ്നേഹം ശുശ്രൂഷ ആവശ്യപ്പെടുന്നുണ്ട്. മൂന്നാമതായിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അവന് സമർപ്പിക്കണം, അവൻ നിന്റെ ജീവിതത്തെ ഏറ്റെടുത്തോളും. ക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ അനുയായിയായി ജീവിക്കാൻ സുഹൃത്തെ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ഈ ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. നിനക്ക് വേണ്ടി ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാനും വിട്ടുകൊടുക്കുവാനുമായിട്ട് എൻ്റെ ഈ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.